സാർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ നിയമസഭയിൽ കണ്ട ചില കാര്യങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങളെ അത്ഭുത സ്തബ്ധരാക്കിയത്. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഒന്നാം നിയമസഭ ബജറ്റ് അവതരണത്തിന് ശേഷം പിരിയുമ്പോൾ നിയമസഭയിൽ അരങ്ങേറിയ പല കാര്യങ്ങളും നാളിതുവരെ സഭയിൽ ഉണ്ടാകാത്ത കാര്യങ്ങൾ തന്നെയാണ്. അതിലെടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ സഭയിൽ മുഖ്യമന്ത്രി ഉയർത്തിക്കൊണ്ടുവന്ന പല വിഷയങ്ങളോടും പ്രതികരിക്കാതെ പ്രതിപക്ഷം എന്ന രീതിയിൽ ക്രിയാത്മകമായ രീതിയിലുള്ള ഒരു പ്രതികരണം പോലും, ഒരു പ്രതിരോധം പോലും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിലായാലും, വീര്യം കുറഞ്ഞ ലഹരിയുടെ നികുതിയുടെ കാര്യത്തിലായാലും, അതുപോലെ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിലായാലും, അവസാനം പ്രതിപക്ഷത്തിൽ തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായ KN ബാലഗോപാൽ തന്നെ എഴുന്നേറ്റ് നിന്ന് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനോട് പറയുന്നത് ലോകം മുഴുവൻ തത്സമയം കേട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വായി തുറന്ന് പറഞ്ഞുകൂടെ എന്ന് 2 തവണയാണ് അദ്ദേഹം പിണറായി വിജയൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചത്. ഒരു കാരണവശാലും പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ ഇരിക്കുന്ന ആളുകൾ അവരുടെ മുതിർന്ന നേതാക്കളോട് ഇത്രത്തോളം പരസ്യമായ ഒരു പ്രസ്താവന സഭയിൽ നാളിതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നിയമസഭാ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരെ KN ബാലഗോപാലിനെ ഇക്കാര്യത്തിൽ വിലക്കുന്ന തരത്തിൽ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, പ്രതിപക്ഷ നേതാവാണ്, മുതിർന്ന അംഗമാണ്. അപ്പോൾ അതിൻ്റേതായ പക്വത അവർ കാണിക്കുമ്പോൾ ഒരുപക്ഷെ ആ മൗനത്തിന് ബലഹീനതയായി വിലയിരുത്തരുത് എന്നൊക്കെ അദ്ദേഹം സഭയ്ക്കുള്ളിലും പുറത്തും ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ വായ് തുറന്നൊന്ന് സംസാരിക്കാതിരുന്നത് എന്ന് പരിശോധിച്ച് ചെല്ലുമ്പോൾ രാഷ്ട്രീയ തന്ത്രജ്ഞനായ, രാഷ്ട്രീയ ചാണക്യനായ ഒരു നേതാവ് തന്നെയാണ് പിണറായി വിജയൻ എന്നുള്ളത് കേരളം അംഗീകരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നാടിൻ്റെ വികസന പദ്ധതികളോ അല്ലെങ്കിൽ ആ വികസന പദ്ധതികൾ എന്തൊക്കെ ഉൾച്ചേരണം, അതിൻ്റെ വകുപ്പുകൾ എന്താണ്, ഏതു തരം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പിണറായി വിജയന് പറയണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സെക്രട്ടറികളുടെ കുറിപ്പ് കൂടിയേ സാധിക്കൂ. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പിണറായി വിജയൻ സഭയിൽ വന്നിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ടുവരുന്ന പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ട് ചുരുങ്ങിയത് ഒരു ദിവസം 100 പേജെങ്കിലും ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ വായിക്കും എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ വി.ഡി. സതീശൻ കാര്യകാരണ സഹിതം വകുപ്പുകൾ സഹിതം ഉയർത്തിക്കാട്ടിക്കൊണ്ടുവന്ന ഓരോ വിഷയത്തിനും മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ്റെ നേർക്ക് കയർത്തുകൊണ്ട് ബാലഗോപാൽ പറഞ്ഞത്, ഞങ്ങളെ കൂടി ഇങ്ങനെ നാണം കെടുത്തുന്ന രീതിയിൽ നിങ്ങൾ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന്. അതായത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറി വന്നാൽ ഒരു ഭരണാധികാരിയായി നിർവഹണം നടത്തേണ്ട പല കാര്യങ്ങളിൽ നിന്നും അവർക്ക് കർത്തവ്യബോധമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ഇത്തരം കാര്യം കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ പിൻബലം ഉണ്ടെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടാം, പക്ഷേ ഭരണസാരിഥ്യം ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഭാവന വേണം, വിവരം വേണം, വിജ്ഞാനം വേണം എന്നുള്ളത് പിണറായി വിജയന് ഇല്ല എന്ന് തന്നെയാണ് ബാലഗോപാലിൻ്റെ ഈ മറുപടിയിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പല കുറി പിണറായി വിജയനെ വിമർശിച്ചിട്ടുള്ള, അതും ക്രിയാത്മകമായി വ്യക്തിപരമായ അടിസ്ഥാനത്തിലല്ല. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്ന അഴിമതികളെ നഖശിഖാന്തം വിമർശിച്ച ഒരു മാധ്യമപ്രവർത്തകൻ ആരാണെന്ന് ചോദിച്ചാൽ മലയാളത്തിൽ അത് ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു മാധ്യമപ്രവർത്തകൻ നന്ദകുമാർ സാർ തന്നെയായിരിക്കും. എങ്ങനെ നോക്കിക്കാണുന്നു സാർ ഇതിനെ? അതെ, ബാലഗോപാലിൻ്റെ ഈ പൊട്ടിത്തെറി വരുന്നതിന് കാരണം പിണറായി വിജയൻ്റെ ഏത് കാര്യം കൊണ്ടാണ് പിണറായി വിജയൻ നിശബ്ദനായിരിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കണം. പിണറായി വിജയൻ കഴിവുള്ള ആളാണ്, ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ കഴിവുള്ള ആളാണ്, ഇരട്ടച്ചങ്കനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ്, ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിലൂടെ ഒറ്റയ്ക്ക് നടന്ന ആളാണെന്ന്, ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത ആളാണെന്നുള്ളത് പറഞ്ഞിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള പിണറായി വിജയൻ രാഷ്ട്രീയത്തിലെ എല്ലാ കുറുക്കു വഴികളും തന്ത്രങ്ങളും കുതികാൽ വെട്ടുകളും അറിയുന്ന ഒരാളാണ്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നതിൻ്റെ നാണക്കേടാണ്. മുഖ്യമന്ത്രിയായി 10 വർഷം ഇരുന്നാൾ എങ്ങനെയെങ്കിലും ഒരു അധികാര കസേരയിൽ ഇരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ആ പല കാരണങ്ങൾ കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ, വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മിടുക്കനായ മുഖ്യമന്ത്രിയുടെ മുന്നിൽ അദ്ദേഹം കൃത്യമായി ഓരോ കാര്യങ്ങൾക്കും ഒരു വിരൽ ഇങ്ങോട്ട് ചൂണ്ടുമ്പോൾ 10 വിരൽ അങ്ങോട്ട് ചൂണ്ടിക്കണ്ട് 100 കാര്യങ്ങൾ, ഒരു കാര്യം കൊണ്ട് പറയും 100 കാര്യങ്ങൾ അങ്ങോട്ട് തെളിവ് സഹിതം പറയുന്ന ഒരു മുഖ്യമന്ത്രി. അതിനെ വി.ഡി. സതീശനെ പറ്റി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് മുന്നിൽ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. അതുതന്നെയാണ് കേരള നിയമസഭയുടെ ഈ ഏറ്റവും അധികം സൗഭാഗ്യം എന്ന് ഈ അടുത്ത കാലത്ത് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെയുള്ള വി.ഡി. സതീശൻ
PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിലായാലും ശരി, വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലായാലും ശരി, മദ്യത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഏത് കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും കൃത്യമായി പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലത്ത് നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെയും അഴിമതിയുടെയും കൃത്യമായ രേഖകൾ കൈവശം വെച്ചുകൊണ്ട് ഉത്തരം മുട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടുമ്പോൾ പിണറായി വിജയൻ്റെ വായിൽ പഴം കുത്തിത്തിരിയ മാതിരിയുള്ള അവസ്ഥയാണ് ഉണ്ടാകുന്നത്. നിയമസഭയിൽ പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും അതിന് തിരിച്ചടി എരന്നു വാങ്ങുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്, 1.5 മാസമായി നമ്മൾ നിയമസഭാ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത്. കാരണം ഇത്രയധികം ഒരു പ്രതിപക്ഷ നേതാവ് തരം താഴ്ന്ന് ഉത്തരം മുട്ടിക്കൊണ്ടിരിക്കുന്ന രംഗം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അങ്ങനെയുള്ള പിണറായി വിജയന് മിണ്ടാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മടിയിൽ കനമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത് ഇങ്ങനെ ആയിത്തീരുന്നത്. മടിയിൽ കനമുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത അഴിമതികളുടെ കൃത്യമായ രേഖകളാണ്, അല്ലെങ്കിൽ തട്ടിപ്പുകളുടെ കൃത്യമായ രേഖകളാണ് VD സതീശൻ നിമിഷ നേരം കൊണ്ട് അപ്പോൾ പുറത്തുവിടുന്നത്. അത് പുറത്തുവിടുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കമാന്ന് അക്ഷരം മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കിയിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. ആ സമയത്ത് നിക്കക്കളില്ലാതെ എല്ലാം കൊണ്ട് അസഹനീയമായി ഈ പ്രതിപക്ഷം ഒന്നിനും കൊള്ളാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ കണ്ട് ആണ് നമ്മുടെ KN ബാലഗോപാൽ പൊട്ടിത്തെറിച്ചത്. അത് പിണറായി വിജയൻ്റെ കഴിവ് കേട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ. അതായത് താൻ പിടിക്കപ്പെടും പരസ്യമായി, എല്ലാവരും മുമ്പിൽ വെച്ചിട്ടല്ലേ പിണറായി വിജയൻ്റെ ഉടുതുണി അഴിപ്പിക്കുന്നത് PD സതീശൻ. അദ്ദേഹം ഷർട്ട് അഴിപ്പിക്കുന്നു, മുണ്ടഴിപ്പിക്കുന്നു, നിക്കർ അഴിപ്പിക്കുന്നു, അങ്ങനെ ഉടുതുണിയില്ലാതെ നിൽക്കുന്ന അവസ്ഥ. കണ്ണട പോലും അദ്ദേഹത്തിന് ഊരി വെക്കേണ്ടി വന്നു. അത്രയും നാണം കെട്ട രീതിയിലാണ് പിണറായി വിജയനെ കൊല്ലുന്നത് VD സതീശൻ. അത് രേഖകളാണ് സംസാരിക്കുന്നത്. ഈ രേഖകൾ മറികടക്കാൻ പിണറായി വിജയന് പറ്റുമോ? ആ PM ശ്രീ പദ്ധതിയിൽ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഒരു ഒപ്പിടുമ്പോൾ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടല്ലേ നിങ്ങൾ ഒപ്പിട്ടത്? പിന്നെ നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? മരവിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇതിലുണ്ടോ? അങ്ങനെ ഇല്ലാത്തൊരു പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞ് വരുത്തിക്കുന്ന എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയന് ഉത്തരമില്ല. അതേപോലെ ബിക്കാഡിൻ എന്നുള്ള പറയുന്ന കമ്പനിയുമായിട്ട് നടത്തിയിട്ടുള്ള ഇടപാടുകളുടെ, ജോണി വാക്കറുമായിട്ട് നടത്തിയിട്ടുള്ള ഇടപാടുകളുടെ എല്ലാ രഹസ്യങ്ങളും പുറത്തുവിട്ടുകൊണ്ടാണ് മദ്യനയത്തിൽ കൃത്യമായി പറഞ്ഞുകൊണ്ട് പറയുന്നതും VM സുധീരനെ അടക്കം അടിച്ചിരുത്തിക്കൊണ്ട് പറയുന്നത്, ഞങ്ങൾ ഈ മദ്യം വേണോ വേണ്ടതെന്ന് തീരുമാനിച്ചില്ല, പക്ഷെ മദ്യം വില കുറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം വരികയാണെങ്കിൽ ടാക്സ് ഇതായിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത് എന്നേ പറഞ്ഞ് അദ്ദേഹം പറയുന്ന ഒരു അടിയുണ്ട് VD സതീശനെ. മാത്രമല്ല, ഈ ബക്കാഡി എന്ന കമ്പനിയായിട്ട് ആദ്യം സംസാരിച്ചത് പിണറായി വിജയൻ സർക്കാരിലെ ആദ്യത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയായ MP ഗോവിന്ദനാണെന്ന് കൂടി VD സതീശൻ രേഖകൾ സഹിതം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ട് അത് താൽക്കാലികമായി മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഒപ്പിട്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. അത് അത്തരത്തിലൊരു കത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. പിന്നീട് വിഴിഞ്ഞത്തെ കുറിച്ച് വരുമ്പോൾ വിഴിഞ്ഞുമായി നിങ്ങൾ അദാനി നിങ്ങളുടെ അത് വലിയൊരു അഭിമാന പദ്ധതിയായിട്ടല്ലേ നിങ്ങൾ അവതരിപ്പിച്ചത്. എന്നിട്ടിപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ 49% MSC കമ്പനിക്ക് കൈമാറുന്നു എന്ന് പറയുമ്പോൾ ഈ 13,000 കോടി രൂപയുടെ ഇടപാട് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ദേശാഭിമാനിയാണ് എന്ന് അഭിമാനപൂർവ്വം എഴുതി പിണറായി വിജയനെ വാഴ്ത്തി എഴുതി. ഇതിൽ പിണറായി വിജയൻ എന്ത് പറയുന്നു എന്നൊക്കെ രേഖകൾ സഹിതം നിരത്തി ചോദിക്കുമ്പോൾ പിണറായി വിജയന് മേശപ്പുറത്തിരിക്കുന്ന വെള്ളം കുടിക്കുകയല്ലാണ്ട് വേറെ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സന്ദർഭത്തിലാണ് KN ബാലഗോപാൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് അത് ചോദിക്കേണ്ടി വരുന്നത്. കാരണം എങ്ങനെ ഏത് രീതിയിൽ ഇത് വിശദീകരിക്കണം എന്നുള്ളതിൻ്റെ ഒരു കുറിപ്പ് പോലും പിണറായി വിജയൻ്റെ മുന്നിലില്ല. അഥവാ ആ കുറിപ്പ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും VD സതീശൻ കൃത്യമായി പഴയകാല ഫയലുകളെല്ലാം എടുപ്പിച്ചിട്ട് അതിൽ നിന്ന് കൃത്യമായ കുറിപ്പുകൾ തയ്യാറാക്കിക്കൊണ്ടാണ് അദ്ദേഹം പഠിച്ചിട്ടാണ് സഭയിലെത്തിയിരിക്കുന്നത്. ആ നിയമസഭ കൂടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസ് നമുക്ക് സഭാ TV-യിലൂടെ കണ്ടറിയാൻ സാധിച്ചു. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ വെട്ടിവയർത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ VD സതീശനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടർ മാതിരിയാണ്. അദ്ദേഹത്തിന് 25 വർഷമുള്ളത് 50 വർഷത്തുള്ള കാര്യങ്ങൾ മനഃപ്പാടമാണ്. ഡേറ്റും സമയമടക്കം അദ്ദേഹം കൃത്യമായി പറയും. ജാതകം വെച്ച് പരിശോധിച്ച് വരുമ്പോഴേക്കും ഇവിടുന്ന് അദ്ദേഹം ബലം പറഞ്ഞിരിന്നിട്ടാണ് അടുത്ത പരിപാടി പോയിട്ടുണ്ടാവും. അതേപോലെയാണ് അദ്ദേഹത്തിൻ്റെ വേഗത, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ശക്തി, ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നിയമവിജ്ഞാനം. ആ നിയമവിജ്ഞാനത്തിന് മുന്നിൽ മുട്ടുകുത്തേണ്ട, രേഖകളുടെ മുന്നിൽ മുട്ടുകുത്തേണ്ട പിണറായി വിജയൻ ഒരു സീറോ ആണ് നിയമസഭയിൽ, ഒരു പരിഹാസ കഥാപാത്രം. അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. ഈ വിഴുപ്പ് പാണ്ഡത്തെ ഇനിയും കൊണ്ട് നടക്കണോ എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കേണ്ടത്. ബാലഗോപാലിനെ പോലുള്ള ആളുകൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ പൊട്ടിത്തെറിച്ചുകൊണ്ട് കാര്യമില്ല. എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ വിഴുപ്പ് പാണ്ഡ എടുത്ത് വലിച്ചെറിയുക.
അല്ലെങ്കിൽ ആ മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള പ്രസ്ഥാനം ഉണ്ടാവില്ല. ഇനി അടുത്ത തവണത്തേക്ക് ഒരൊറ്റ സീറ്റും ഉണ്ടാവില്ല. ബംഗാളിൽ ഇതുപോലെയായിരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ തോൽവി ഉണ്ടായെങ്കിലും വലിയ പരാജയം ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത ഇലക്ഷനോടുകൂടി കംപ്ലീറ്റ് CPM എന്നുള്ള പ്രസ്ഥാനം ഇല്ലാതെയായി. ത്രിപുരയിലാകട്ടെ ഒറ്റയടിക്ക് പോയി. അവിടുത്തെ പാർട്ടി ഓഫീസുകളടക്കം BJP ഓഫീസുകളായി മാറി. ഇവിടെയും അത് തന്നെ പിണറായി വിജയൻ ഉണ്ടാക്കാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ആപ്പാടുള്ള പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകളെല്ലാം BJP ഗവൺമെൻറ്റിനെ കൊണ്ട് ഒതുക്കുന്നതിന് ഭാഗമായി CPMനെ BJPയിൽ എത്തിക്കുക, എന്നിട്ട് അവസാനം പ്രശ്നങ്ങളെല്ലാം തീർത്ത് എവിടെയെങ്കിലും അമേരിക്കയിലോ ഒക്കെ പോയി കുടുംബസമേതം അവിടെ പോയി താമസിക്കുക, ഇവിടെ നിന്ന് കേസിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ BJPക്ക് മനസ്സിലായി പിണറായി വിജയനെ എടുത്ത് അടിക്കുന്നതാണ് BJPക്ക് ഇവിടെ വളർച്ചയ്ക്കുള്ള സഹായം, ഗുണം എന്ന് മനസ്സിലാക്കി അവർ ഇപ്പോൾ BJP പിണറായി വിജയനെ അകത്താക്കാനുള്ള പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു കേസല്ല, പല കേസുകളായിട്ട്. ഈ സമയത്ത് പിണറായി വിജയനെ എങ്ങനെ നിയമസഭയിൽ ഇരിക്കാൻ പറ്റും? സ്വന്തം മകള് ലോകം മുഴുവൻ കറുത്ത മുഖം മൂടി ധരിച്ച് ഇളിഭ്യനായി തലയും താഴ്ത്തി നടക്കുന്ന രംഗമാണ് TV യിൽ കാണുന്നത്. അപ്പുറത്ത് അച്ഛൻ ഇങ്ങനെ ഇതിൻ്റെ കൃത്യമായ ഇതിൻ്റെ ഉത്തരവാദിയായ അച്ഛൻ അവിടെ നിയമസഭയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റും? ഇനിയും ഒരു ഒളിപ്പിൻ്റെ ഒരു അംശമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ആ രാജിവെച്ച് വേഗം രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി പാർട്ടി നന്നാവട്ടെ എന്ന് പറയുകയാണ്. പക്ഷെ അത് ചെയ്യില്ല. അധികാരത്തിൽ എവിടെയെങ്കിലും അധികാരമുണ്ടോ അവിടെ അദ്ദേഹത്തിന് ആ അധികാരം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ. പ്രതിപക്ഷ നേതാവായാലും വേണ്ടിയില്ല, അവിടെ ഇരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. മുഖ്യമന്ത്രിയായി 10 വർഷം ഇരുന്ന ഒരാളാണ് ഇത്തരം തരം താഴ്ന്ന രൂപത്തിൽ അവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിനെ കണ്ടില്ലേ, VD സതീഷ് എന്ന ആൾക്ക് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് കേരളത്തിൽ എന്തൊരു വേഗതയാണ് എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ വരുന്നത്. ജനങ്ങൾ ഇവിടെ ഒരു ഭരണമുണ്ടെന്നും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്ന് തിരിച്ചറിയാൻ പിണറായി വിജയൻ ഭരിച്ചതുപോലെയല്ല എന്ന് തിരിച്ചറിയാണ്. സാർ, അവിടെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത. കാരണം ഈ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, UDFന് മൃഗീയ ഭൂരിപക്ഷം കിട്ടി. പക്ഷെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ഒരു തർക്കം ഉടലെടുത്തു കഴിഞ്ഞപ്പോൾ VD സതീശനെ കുറിച്ച് ആദ്യം ഉന്നയിച്ച ആരോപണങ്ങളിലൊന്ന് അദ്ദേഹം മന്ത്രിയായി പോലും പ്രവർത്തിച്ച് പരിചയമില്ല എന്നുള്ളതാണ്. ആ ഒരു മാറ്റമാണ് ഇപ്പോൾ സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം തീരെ ദുർബലമാകുന്നതും പ്രതിപക്ഷ കക്ഷികൾ തന്നെ പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരെ, എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണം. മറിച്ച് ഒരു മന്ത്രിസ്ഥാനം പോലും ഇതുവരെ വഹിക്കാതിരുന്ന ഒരാൾ നേരിട്ട് മുഖ്യമന്ത്രിയാകുമ്പോൾ എങ്ങനെയാണ് സഭയിൽ ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് വേണ്ടി ഭരിക്കേണ്ടത്, നിയമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് ജനഹിതകരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത്, സഭാ നടപടികൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തെ നേരിട്ടുകൊണ്ട് എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നു VD സതീശൻ. അന്ന് VD സതീശൻ മന്ത്രിയായിട്ടില്ല, അതുകൊണ്ട് മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ല എന്നൊക്കെ വാദിച്ച ആളുകൾക്ക് ഒരു കൃത്യമായ തിരിച്ചടി തന്നെയാണ് VDSലൂടെ നൽകുന്നത് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതായത് നിയമസഭയിൽ ഉണ്ടായത് എന്താ വെച്ചാൽ VD സതീശൻ പിണറായി വിജയൻ്റെ ഡ്രസ്സൊക്കെ ഊരിയെടുത്ത് വലിച്ചെറിഞ്ഞു, പൂർണ്ണ നഗ്നനായി നിൽക്കുകയാണ്. ഈ സമയത്ത് ബാലഗോപാൽ പറയുകയാണ്, ആ മുണ്ടൊന്നും എടുക്കൂ, എല്ലാം നഗ്നനായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ അതാണ് അവിടെ നടന്നിരിക്കുന്നത്.